ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, പോയില ബൈശാഖ്, ഹത്തീസ്, വാർലി കമ്മ്യൂണിറ്റി, ITEWC, ഇന്ത്യ സൗത്ത് കൊറിയ റിലേഷൻസ്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് ഓഫ് ഇന്ത്യ, ഏറ്റവും അവസാനം പ്ലേസസ് ന്യൂസ് ആയിട്ട് ഹുദൈദ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ 1961 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസാണ്. ബേസിക്കലി ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണ് ഈ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓഫീസ് വരുന്നത്. ഈ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഡെക്കേനിലായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ 10 വർഷം കൂടുമ്പോഴും നടക്കുന്ന സെൻസസ് കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ 1969 രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം നടപ്പിലാക്കുക എന്നുള്ള കാര്യങ്ങളാണ് ബേസിക്കലി ഈ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓഫീസിന്റെ ഒരു എവല്യൂഷനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന സെൻസസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഒരു 1800s അവസാന കാലഘട്ടത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പം അന്ന് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം തൊട്ട് 1951 സെൻസസ് വരെ ഈ സെൻസസ് ബേസിക്കലി നടന്നുകൊണ്ടിരുന്നത് ഈ സെൻസസ് നടക്കുന്ന സമയത്ത് ഇതിനു വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അവരിത് നടത്തുകയും സെൻസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവുകയും ചെയ്യുന്ന രീതിയിൽ ഒരു അഡ്ഹോക്ക് നേച്ചറിലാണ് ഈ സെൻസസ് എന്ന് പറയുന്ന സെൻസസ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് 1949 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനു വേണ്ടിയിട്ട് ഒരു പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും 1961 ഇത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് സെൻസസ് കമ്മീഷണർ എന്നുള്ള പേരിൽ റീനെയിം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ നോർമലി രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ടിരിക്കുന്ന അതേ ഒഫീഷ്യൽ തന്നെയാണ് സെൻസസിന്റെ സമയത്ത് നമ്മുടെ സെൻസസ് കമ്മീഷണറായിട്ട് മാറുന്നതും. അതായത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എക്സ് ഒഫീഷ്യോ സെൻസസ് കമ്മീഷണറും കൂടിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സെൻസസിന്റെ സമയത്ത് അവർ ഇപ്പോൾ ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇങ്ങനെയുള്ള പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യും. അതല്ലാത്ത സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 69 രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ടിന്റെ ഇംപ്ലിമെന്റേഷനും ഇവരുടെ കൺട്രോളിലാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പോയില ബൈശാഖ് ആണ്. ഈ പോയില ബൈശാഖ് എന്ന് പറയുന്നത് ബംഗാളി കലണ്ടർ അനുസരിച്ച് ബംഗാളി കലണ്ടറിലെ ന്യൂ ഇയർ ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് ബംഗാളി കലണ്ടർ ആണ് പോയില ബൈശാഖ് എന്ന് പറയുന്നത്. അത് ബംഗ്ലാദേശിലൊക്കെ ഇത് 14th ഏപ്രിലിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ, അതുപോലെ ത്രിപുര, ജാർഖണ്ഡ്, അസാമിലെ ബരാക് വാലി, അവിടെയൊക്കെയുള്ള ബംഗാളീസ് ഇത് 15th ഏപ്രിലിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റീസെൻ്റ്ലി വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ഇത് അവരുടെ സ്റ്റേറ്റ് ഡേ ആയിട്ട് ഈ അടുത്ത കാലത്തായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഈ പോയില ബൈശാഖിന്റെ ഒരു ഒറിജിന് അല്ലെങ്കിൽ ഇതിന്റെ ഒരു റൂട്ട്സ് തിരഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ഈ ധാക്കയിൽ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിന്റെ പ്രധാനപ്പെട്ട സിറ്റി ആയിട്ടുള്ള ധാക്കയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇതൊരു മുഗൾ കാലഘട്ടത്തിൽ തുടങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അക്ബറിന്റെ ഒക്കെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ടാക്സ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഫേമസ് ആയിട്ട് മാറിയതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലൊരു മുസ്ലിം കമ്മ്യൂണിറ്റി ആരംഭിച്ചിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണെങ്കിലും ഇതിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു റിലീജിയനുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു ബംഗാളി കമ്മ്യൂണിറ്റി എല്ലാ ആൾക്കാരും സെലിബ്രേറ്റ് ചെയ്യുന്ന, ബംഗാളി കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ വിഭാഗം ആൾക്കാരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ടോപ്പിക് ഹാത്തീസ് ആണ്. ഈ ഹാത്തീസ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ഇവരെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഹാത്തി കമ്മ്യൂണിറ്റി ഹിമാചൽ പ്രദേശിൽ ഷെഡ്യൂൾഡ് ട്രൈബൽ സ്റ്റാറ്റസ് ആവശ്യപ്പെടുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ റീസെന്റ് ഇന്നത്തെ ന്യൂസ് പേപ്പറിനകത്ത് ഹിന്ദുവിന്റെ ഫസ്റ്റ് പേജിനകത്ത് ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് ഈ ഹാത്തി കമ്മ്യൂണിറ്റി ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റി ആയിട്ട് നോട്ടിഫൈ ചെയ്തതായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിറ്റിനെ ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ട് നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം ബേസിക്കലി ഇന്ത്യൻ പ്രസിഡന്റിനാണ്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർഡർ, ഒരു നോട്ടിഫിക്കേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ തൊട്ട് പിന്നാലെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റും ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹാത്തി കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഹാത്തി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലുള്ള ഒരു സിർമോർ ഡിസ്ട്രിക്റ്റിലെ ട്രാൻസ്ഗിരി റീജിയനിലാണ് അവർ പ്രധാനമായിട്ടും ജീവിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു പേര് പ്രധാനമായിട്ടും ഈ ഹാത്തി എന്നുള്ള പേര് വരുന്നത് തന്നെ ഇവർ ഈ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ക്രോപ്സ്, മീറ്റ്, വൂള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തുള്ള സ്മോൾ മാർക്കറ്റുകൾ, ഹാത്ത് എന്നറിയപ്പെടുന്ന സ്മോൾ മാർക്കറ്റുകളിൽ എത്തിക്കുന്നതുകൊണ്ടാണ് ഇവരെ ഹാത്തി കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ഒരു ഹിമാചൽ പ്രദേശിലെ സുമൂർ ഡിസ്ട്രിക്റ്റിനകത്തുള്ള ഷില്ലായ് എന്ന് പറയുന്ന ഒരു റീജിയനിലാണ് ഇവർ പ്രധാനമായിട്ടും കാണുന്നത്. അതുപോലെ തന്നെ ഇവരെ ഈ ഒരു ട്രാൻസ്ഗിരി റീജിയനിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ട്രാൻസ്ഗിരി കമ്മ്യൂണിറ്റി എന്നും കൂടി വിളിക്കാറുണ്ട്.
ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് വാർലി കമ്മ്യൂണിറ്റിയാണ്. സോ ഈ വാർലി കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 4 ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് വാർലി കമ്മ്യൂണിറ്റിയുടെ അവർ ജീവിക്കുന്ന അവരുടെ നേറ്റീവ് ലാൻഡിൽ ശിവാജിയുടെ ഒരു മ്യൂസിയം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അവർ ഒപ്പോസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ ഈ വാർലി കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് വാർലി പെയിന്റിങ്ങിനെ കുറിച്ച് മേ ബി നിങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചറിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വാർലി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ, ഈ കൊങ്കൺ കോസ്റ്റിൽ കാണുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. പ്രധാനമായിട്ടും മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഇതിൻ്റെ അഡ്ജോയിനിങ് ആയിട്ടുള്ള ചില ഏരിയാസിലൊക്കെയാണ് ഇവരെ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ ഹിന്ദു മതത്തിനകത്തുള്ള പല വിശ്വാസങ്ങളും ആചാരങ്ങളും ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാമെങ്കിലും ബേസിക്കലി ഇവർ അനിമിസ്റ്റിക് ബിലീഫ്സിലുള്ള അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആരാധിക്കുന്ന അത്തരത്തിലുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിജീനിയസ് ബിലീഫ് സിസ്റ്റം ഉള്ള ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള റിലീജിയൻ ഉള്ള കമ്മ്യൂണിറ്റിയാണ്. ഇനി ഇവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് നമുക്ക് ഈ മറാത്തി ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാർലി ലാംഗ്വേജ് ആണ് ഇവരുടെ നേറ്റീവ് തങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാർലി ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലിപി ഇല്ലാത്ത അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്ത ഒരു ലാംഗ്വേജ് ആണ്, അൺറിട്ടൺ ലാംഗ്വേജ് ആണ് ഈ വാർലി ലാംഗ്വേജ്. അതാണ് ഈ വാർലി കമ്മ്യൂണിറ്റി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വാർലി കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു കാര്യം വാർലി പെയിന്റിങ്സ് ആണ്. അതായത് ഈ വാർലി പെയിന്റിങ്സ് എന്ന് പറയുന്നത് ഇവരുടെ വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ആണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പെയിന്റിംഗ് ആണ്. അപ്പോൾ ഇവരുടെ പെയിന്റിങ്ങിനകത്ത് പ്രധാനമായിട്ടും ഈ ബേസിക് ആയിട്ടുള്ള ജിയോമെട്രിക് ഷേപ്പുകൾ, ഇപ്പോൾ സർക്കിൾസ്, ട്രയാങ്കിൾസ്, സ്ക്വയറുകളൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇപ്പോൾ വാർലി പെയിന്റിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇതിന്റെ താഴത്ത് കൊടുത്തേക്കുന്ന ഈ ഇമേജ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ സൂര്യന് അതുപോലെ തന്നെ ചന്ദ്രൻ പോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് റൗണ്ട് ഷേപ്പിൽ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ മനുഷ്യരൂപങ്ങൾ പോലും ഒരു 2 ട്രയാങ്കിൾ ആയിട്ടായിരിക്കും ഇവർ മനുഷ്യരൂപങ്ങൾ പോലും ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ജിയോമെട്രിക് ഷേപ്പുകൾ ഡോമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ആണ് ഈ വാർലി പെയിന്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ വിവിഡ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് എക്സ്പ്രഷൻസും ഈ പെയിന്റിങ്ങുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ITEWC ആണ്, അതായത് ഇന്ത്യൻ സുനാമി ഏർലി വാർണിംഗ് സെന്റർ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെയാണ് ജപ്പാനിൽ ഒരു സുനാമി ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ പറയുന്ന ഇന്ത്യൻ സുനാമി ഏർലി വാർണിംഗ് സെന്ററിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് 2007 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഏർലി വാർണിംഗ് അല്ലെങ്കിൽ സുനാമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഏർലി വാർണിംഗ് സെന്റർ ആണ് ഇത്. ഈ ഇന്ത്യൻ സുനാമി ഏർലി വാർണിംഗ് സെന്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിലാണ് വരുന്നത്. ഇതൊരു ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഹൈദരാബാദിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ കീഴിലാണ് ഇവരൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ സുനാമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വൈസറീസ് അല്ലെങ്കിൽ വാർണിംഗ് ഒക്കെ ഇഷ്യൂ ചെയ്യാനുള്ള നാഷണൽ അതോറിറ്റി എന്ന് പറയുന്നത് ഈ ITEWC ആണ്. അതുപോലെ തന്നെ ഈ ITEWC ഇന്ത്യയിൽ സുനാമി വാർണിംഗ് ഇഷ്യൂ ചെയ്യുന്നത് കൂടാതെ ഈ ഇന്റർനാഷണൽ ലെവലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സുനാമി വാർണിംഗ് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ സുനാമി വാർണിംഗ് ആൻഡ് മിറ്റിഗേഷൻ സിസ്റ്റം ഉണ്ട്. ആ ഗ്ലോബൽ സുനാമി വാർണിംഗ് ആൻഡ് മിറ്റിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു യുനെസ്കോയുടെ കീഴിലുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ഓഷ്യനോഗ്രാഫിക് കമ്മീഷൻ ഉണ്ട്. അവരുടെ കീഴിൽ വരുന്ന ഒരു സംഭവമാണ് ഈ ഗ്ലോബൽ സുനാമി വാർണിംഗ് ആൻഡ് മിറ്റിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ സുനാമി വാർണിംഗ് ആൻഡ് മിറ്റിഗേഷൻ സിസ്റ്റത്തിന്റെ കീഴിൽ വരുന്ന മറ്റൊരു റീജിയണൽ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ഇന്ത്യൻ ഓഷൻ സുനാമി വാർണിംഗ് ആൻഡ് മിറ്റിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഓഷൻ സുനാമി വാർണിംഗ് ആൻഡ് മിറ്റിഗേഷൻ സിസ്റ്റത്തിനെ സുനാമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള സുനാമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ദ ഇന്ത്യൻ സുനാമി ഏർലി വാർണിംഗ് സെന്റർ ആണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ റീജിയനിലുള്ള ഏകദേശം 25ഓളം രാജ്യങ്ങൾക്ക് കൂടി ഇത്തരത്തിൽ ഇന്ത്യൻ സുനാമി ഏർലി വാർണിംഗ് സെന്റർ സുനാമി വാർണിംഗുകൾ ഇഷ്യൂ ചെയ്യാറുണ്ടെന്ന് അറിഞ്ഞിരിക്കും. ഇന്ത്യക്ക് മാത്രമല്ല അത് ചെയ്യുന്നതും കൂടി മനസ്സിലാക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് ഇന്ത്യ സൗത്ത് കൊറിയ റിലേഷൻസ് ആണ്. സോ ഇപ്പോൾ ഇന്ത്യ സൗത്ത് കൊറിയ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ദ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് അവരുടെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സൗത്ത് കൊറിയയിൽ റീസെന്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ സൗത്ത് കൊറിയ റിലേഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ സൗത്ത് കൊറിയ റിലേഷൻസിന്റെ ഒരു തുടക്കം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കൊറിയകൾ എന്ന് പറയുന്നത് ബേസിക്കലി 2 കൊറിയ ഉണ്ട്. ഒന്ന് നോർത്ത് കൊറിയ അല്ലെങ്കിൽ നമ്മൾ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കൊറിയ എന്ന് പറയുന്ന നോർത്ത് കൊറിയയും അതുപോലെ തന്നെ ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സിസ്റ്റം നിലവിലുള്ള സൗത്ത് കൊറിയയും. അപ്പോൾ ഈ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയ ഇങ്ങനെ 2 രാജ്യങ്ങളായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ മാറുന്നത് 1950s നടന്നിട്ടുള്ള കൊറിയൻ വാറിന്റെ സമയത്താണ്. അപ്പോൾ ആ സമയം തൊട്ട് ഈ 2 കൊറിയാസുമായിട്ടും ഇന്ത്യക്ക് ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിലുള്ള പൊളിറ്റിക്കൽ റിലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ
ഈ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലുള്ള ഈ കൊറിയൻ വാർ അവസാനിപ്പിക്കാൻ ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2010 ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിൽ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് 2015 ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ആയിട്ട് നമ്മൾ എലവേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻസ് സ്ട്രാറ്റജിക് ആക്കി ഒരു സ്ട്രാറ്റജിക് റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആക്ട് ഈസ്റ്റ് പോളിസി ഉള്ളത്. പക്ഷേ ഈ ആക്ട് ഈസ്റ്റ് പോളിസി നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് മാത്രമല്ല ഈസ്റ്റ് ഏഷ്യയിലുള്ള രാജ്യങ്ങളിലേക്കും കൂടി, ഇപ്പോൾ ജപ്പാൻ, കൊറിയ പോലുള്ള രാജ്യങ്ങൾക്കും കൂടി അപ്ലിക്കബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിക്കകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറാണ് അല്ലെങ്കിൽ ഒരു പാർട്ടാണ് സൗത്ത് കൊറിയ എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിലുള്ള ഡിഫൻസ് റിലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 2005 ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിൽ ഈ ഡിഫൻസ് ആൻഡ് ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പരസ്പരം കോപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1950-53 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കൊറിയൻ വാറിൽ ഇന്ത്യ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ പീസ് കീപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ കമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇന്ത്യ കൊറിയ ഫ്രണ്ട്ഷിപ്പ് പാർക്കൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെയും സൗത്ത് കൊറിയയുടെയും കോസ്റ്റ് ഗാർഡുകൾ ചില ജോയിന്റ് മിലിറ്ററി എക്സസൈസുകളൊക്കെ ഇടക്കാലത്തൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി അതുപോലെ തന്നെ സൗത്ത് കൊറിയയിൽ നിന്ന് ഇന്ത്യ സൗത്ത് കൊറിയ ഡിഫൻസ് റിലേഷൻസിന്റെ ഒരു പ്രധാനപ്പെട്ട കോമ്പോണന്റ് എന്ന് പറയുന്നത് ഡിഫൻസ് എക്യുപ്മെന്റ്സിന്റെ പെർച്ചേസ് ആണ്. ഓക്കെ, ഇനി ട്രേഡിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 2010 ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിൽ ഒരു കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ 2022 കഴിഞ്ഞ വർഷത്തെ അതിന്റെ മുമ്പത്തെ വർഷത്തെ ഇന്ത്യ സൗത്ത് കൊറിയ ട്രേഡ്, ആനുവൽ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $27.8 ബില്യൺ ട്രേഡ് ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ സൗത്ത് കൊറിയ ആയിട്ടുള്ള ട്രേഡിനകത്തും ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണുള്ളത്. ഈ $27.8 ബില്യൺ $18.8 ബില്യൺ സൗത്ത് കൊറിയയിൽ നിന്ന് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതും ബാക്കിയുള്ള $9 ബില്യൺ ഇന്ത്യയുടെ എക്സ്പോർട്ടുമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിൽ ഈ സൗത്ത് കൊറിയക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൊറിയ പ്ലസ് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവും ഇടക്കാലത്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിലുള്ള കൾച്ചറൽ റിലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ എംബസിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇന്ത്യൻ കൾച്ചറൽ സെന്റർ 2011 സൗത്ത് കൊറിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ ബുദ്ധിസ്റ്റ് മോങ്ക് ആയിരുന്ന ഒരു ഹോയ്ക്കോ അല്ലെങ്കിൽ ഹോങ് ജിയോ എന്ന് പറയുന്ന ആള് 723 അല്ലെങ്കിൽ 729 AD ഇന്ത്യയിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇന്ത്യ സൗത്ത് കൊറിയ റിലേഷൻസിനകത്തുള്ള പ്രധാനപ്പെട്ട ചാലഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഇപ്പോൾ നമ്മളൊരു കോൾഡ് വാർ 2.0 കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ചില ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്സ് ഒക്കെ പറയാറുള്ളത്. കാരണം ഇപ്പോൾ ചൈനയും US തമ്മിലുള്ള ഇഷ്യൂസും അതുപോലെ തന്നെ റഷ്യയും US തമ്മിലുള്ള ഇഷ്യൂസൊക്കെ കാരണം ഈ റഷ്യക്കും ചൈനക്കും ഇടയിൽ ഒരു ക്വാസി അലയൻസ് ഫോം ചെയ്തിട്ടുണ്ടെന്നും അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഈ പസഫിക് റീജിയനിൽ യുഎസിന്റെ അലയൻസ് ആയിട്ടുള്ള ജപ്പാൻ, സൗത്ത് കൊറിയ, ഫിലിപ്പീൻസ് ഈ രാജ്യങ്ങളൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് വേറൊരു അലയൻസ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യയുടെ കേസിൽ ഇന്ത്യക്ക് ഒരേ സമയം ഈ വെസ്റ്റേൺ ബ്ലോക്കിലുള്ള പല രാജ്യങ്ങളുമായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ചൈനയുടെ അടുത്ത അലയായിട്ടുള്ള റഷ്യയുമായിട്ടും ക്ലോസ് റിലേഷൻസ് ഉണ്ട്. അപ്പോൾ സൗത്ത് കൊറിയയുടെ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുന്ന സമയത്ത് സൗത്ത് കൊറിയയും റഷ്യയും തമ്മിലുള്ള റിലേഷൻസ് അത്ര നല്ല രീതിയിലല്ല, എസ്പെഷ്യലി 2022 യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം പോകുന്നത്. അപ്പോൾ അവിടെ ഇത് നമ്മളെങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ എമർജൻസ് ഓഫ് കോയിലിഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യ സൗത്ത് കൊറിയ റിലേഷൻസിനെ ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ റഷ്യയുമായിട്ടുള്ള സ്ട്രോങ് റിലേഷൻസ്, അതുപോലെ തന്നെ ഇന്ത്യ സൗത്ത് കൊറിയ റിലേഷൻസിനകത്തുള്ള ഒരു മേജർ കോമ്പോണന്റ് അല്ലെങ്കിൽ വലിയൊരളവോളം ഇത് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് ഇന്ത്യ സൗത്ത് കൊറിയയിൽ നിന്ന് വാങ്ങിക്കുന്ന വെപ്പൺസിന്റെ ബേസിസിലാണ്. അപ്പോൾ ഇതിനകത്തൊരു സ്ട്രാറ്റജിക് ഡെപ്ത് നമുക്ക് ഇതിനപ്പുറം കാണാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇന്ത്യയുടെയും സൗത്ത് കൊറിയയുടെയും വിഷൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ലാക്ക് ഓഫ് ഷെയർഡ് വിഷൻസും അവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള ടോപ്പിക്കാണ്. സോ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 11 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് മനസ്സിലാക്കുക. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ ഒരു റീജിയണൽ ഓർഗനൈസേഷന്റെ കീഴിലോ ഒക്കെ ട്രേഡിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ട്രേഡ് ബാരിയേഴ്സ്, ഇപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് മ്യൂച്വലി നെഗോഷിയേറ്റ് ചെയ്ത് സൈൻ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല പേരുകളിലും ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകളെ വിളിക്കാറുണ്ട്. ഇപ്പോൾ ചില കേസുകളിൽ അത് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് വിളിക്കും, ചില സമയത്ത് അത് കോംപ്രഹെൻസീവ് എക്കണോമിക് കോപ്പറേഷൻ എഗ്രിമെന്റ് എന്ന് വിളിക്കും, ചില സമയത്ത് അതിനെ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പേരുകളിലും ഇത് അറിയപ്പെടാറെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഈ
PIBയുടെ ഒക്കെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് ഇന്ത്യ ഏകദേശം 13ഓളം ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ അല്ലെങ്കിൽ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ചിലതൊക്കെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടും ചിലതൊക്കെ ഇപ്പോൾ ആസിയാൻ പോലുള്ള ഓർഗനൈസേഷൻസുമായിട്ടാണ് സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകളുടെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യ പല ഐറ്റംസിന്റെയും ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഒക്കെ അല്ലെങ്കിൽ എസ്പെഷ്യലി ഗുഡ്സിന്റെ ഒക്കെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ വലിയ രീതിയിൽ കുറയ്ക്കുകയോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ട്രേഡ് ഉയർത്താൻ നമ്മളെ സഹായിക്കും. ഇനി ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ചില ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ ഇപ്പോൾ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് UK-യുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അണ്ടർ നെഗോസിയേഷൻ ആണ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ പ്രൊപ്പോസ്ഡ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ഒമാൻ എന്നീ രാജ്യങ്ങളൊക്കെ ആയിട്ടൊക്കെ സിമിലർ ആയിട്ടുള്ള എഗ്രിമെന്റുകളെ കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ പല ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകളിൽ നിന്നും ഇന്ത്യ ഓവർ ദി ഇയേഴ്സ് പിന്മാറിയിട്ടുള്ളതും നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതാണ് ഒരു റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് അല്ലെങ്കിൽ RCEP എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആസിയാന്റെ കീഴിലുള്ള. അതിന്റെ നെഗോസിയേഷൻസിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നെങ്കിലും പിൽക്കാലത്ത് ഇന്ത്യ അതിൽ നിന്ന് പിന്മാറിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇന്ത്യയുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇഷ്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ലാക്ക് ഓഫ് സ്ക്രൂട്ടനിയാണ്. അതായത് ഈ ഇന്ത്യയുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഓൾറെഡി ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകളൊക്കെ കുറവായിട്ട് പോലും വലിയ രീതിയിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കാളും വളരെ കൂടുതലാണ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി ഗുഡ്സിന്റെ കേസിൽ. സർവീസിന്റെ കേസിൽ ഇന്ത്യക്ക് ട്രേഡ് സർപ്ലസ് ഉണ്ട്, പക്ഷെ ഗുഡ്സിന്റെ കേസിൽ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഒരു രാജ്യമാണ്. ഓക്കെ, ഓവറോൾ ട്രേഡിന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ കൂടുന്ന സമയത്ത് കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ട്രേഡ് ബാലൻസിനെ ഫെർദർ എക്സ്റ്റെൻഡ് ചെയ്യാൻ മേ ബി ഇത് കാരണമാവെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ട്രേഡ് താരിഫ് കമ്പയർഡ് ടു അതർ ഡെവലപ്പിംഗ് എക്കണോമീസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എക്കണോമീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്സ്പോർട്ട് കേപ്പബിലിറ്റി, എസ്പെഷ്യലി ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടർ വളരെ വീക്ക് ആയതുകൊണ്ടാണ് ഇന്ത്യയുടെ എക്സ്പോർട്ട് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ള ഇപ്പോൾ ചൈന പോലുള്ള അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് മോശമാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടറിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ആത്മനിർഭർ ഭാരത്, അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐസൊലേഷനിസ്റ്റ് പോളിസി ആണെന്നുള്ള രീതിയിൽ ആൾക്കാരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് ഹുദൈദയാണ്. സോ ഹുദൈദ എന്ന് പറയുന്നത് നോർത്തേൺ യമനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ സൈഡിലായിട്ട് യമനിൽ സ്ഥിതി ചെയ്യുന്ന അവരുടെ ഒരു റെഡ് സീയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു പോർട്ട് സിറ്റിയാണ് ഹുദൈദ എന്ന് പറയുന്നത്. അതൊരു പോർട്ട് സിറ്റിയാണ്, അതുപോലെ തന്നെ ഒരു മേജർ പോർട്ടും കൂടിയാണ്. യമനിലെ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ സിറ്റിയാണ് ഈ ഹുദൈദ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് റെഡ് സീയിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. റെഡ് സീയിലെ ഒരു പോർട്ടാണ്. നിലവിൽ കുറെ കാലങ്ങളായിട്ട് ഇത് യമനിലെ ഈ നോർത്തേൺ ഏരിയാസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഹൂത്തീസ് ആണ് ഈ ഹുദൈദ പോർട്ടും കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഹോട്ട് ഡെസേർട്ട് ക്ലൈമറ്റ് ആണ്. ഈ ഹൂത്തീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഏദന് അതുപോലെ തന്നെ റെഡ് സീനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഹുദൈദ പോർട്ടും കൂടി ഒന്ന് അല്ലെങ്കിൽ ഹുദൈദ എന്ന് പറയുന്ന സ്ഥലം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.